അപ്പോ ഇതാണ് മച്ചാമാരെ ബേപ്പൂർ ബീച്ച്. ഇത് കണ്ടോ ഈ കച്ചറ ഈ സൈഡില്, ഇതൊക്കെ ഇവിടെ ഈ വരുന്ന ആളുകൾ ചെയ്യുന്നതാണ്. മീൻ കിട്ടും നോക്കാം നമുക്ക്. അപ്പൊ തന്നെ വീണിരുന്ന് പണി പാടി. ഇവിടെ കണ്ടോ ഒരുപാട് ബോട്ടൊക്കെ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ ഫെസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. കാലിക്കറ്റ് ബേപ്പൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് അവിടെ മറീന ബീച്ചിലും ചാലിയം നദിക്ക് അടുത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബേപ്പൂർ ഭാഗത്തേക്കായിട്ട് പോകാനായിട്ട് പോകുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട എന്തെല്ലാം വിശേഷങ്ങളാണ്, നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത്, എല്ലാം നമുക്ക് ഫുള്ള് നോക്കണം, ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണം. കൈറ്റ് ഇന്റർനാഷണൽ എയർക്രാഫ്റ്റ് തുടങ്ങിയ എല്ലാ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് പോകണം. അവിടെ എത്തിയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നൈറ്റിലെ ഒരു ലേസർ ഷോയും ഉണ്ട് എന്ന് കേട്ടു. എന്തായാലും നമ്മളിപ്പോൾ അവിടേക്ക് ട്രാക്കിലാണ്. ഓക്കെ, നല്ല ഒരുപാട് വിഷ്വൽസ് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് പോയാലോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ബേപ്പൂർ ബീച്ചിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്നുണ്ട്, നമുക്ക് ദൂരെ കണ്ടോ, നേരെ ഇവിടെയാണ് ബോട്ടിങ് വരുന്നുട്ടോ, ഫാമിലി ബോട്ട്. ബേപ്പൂര് അവിടെ കണ്ടോ, അതാണ് ജങ്കാർ സർവീസ്. ഈ ഭാഗത്താണ് ബോട്ടിങ് കിട്ടുക. ഒരുപാട് ആളുകളാണ് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ സ്പീഡ് ബോട്ടിങ് കാണിച്ചു തരാം. സ്പീഡ് ബോട്ടിങ് അവിടെ ലോങ്ങിൽ നടക്കുന്നുണ്ട് കണ്ടാ, അതവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. സ്പീഡ് ബോട്ടിങ് നമ്മളവിടെ അടുത്ത് മലപ്പുറം വേറെ അവിടെ ഇല്ല. വയനാടുണ്ട്, നമ്മുടെ ബാണാസുരലുണ്ട്. മച്ചമാരെ ഇതാണ്ടോ വാട്ടർ ഫെസ്റ്റിന് എൻട്രൻസ്. മച്ചമാരെ അങ്ങനെ ഇതാണ് ആ എൻട്രൻസ് കേട്ടോ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടന്ന 2021 നടന്ന ഇതാണ് അതിന്റെ എൻട്രൻസ്. നല്ല ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട് ബോട്ടിങ് കിട്ടാ, സവാരി ഇവിടെയുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്തെല്ലാം സംഗതികളാണ് കാണാനുണ്ടോ നോക്കാലോ. പാളി ഗൈസ്, ഇവിടെ വാട്ടർ ഫെസ്റ്റ് ഒന്നുമില്ല, ആകെ പണി പാളി. ഇവിടെ കണ്ടോ ഒരുപാട് ബോട്ടൊക്കെ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാലം കണ്ടോ, ചെറിയൊരു പാലാണ്, ആകെ മുന്നത്തെ പാലാണ്, ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഈ ഭാഗത്തേക്ക് പോയി നോക്കാം. രണ്ട് ചെറിയ കുട്ടികളുണ്ടോ അവിടെ, ചക്ര ഷൂട്ട് ഉണ്ട്. എന്തായാലും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ബോട്ടിങ് ഉണ്ടായിരുന്നു. എന്ത് ബോട്ടിങ് എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജില്ലേ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നതിനേക്കാൾ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ഈ ഒരുപാട് പുതുക്കി പണിതരൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം, എന്താ നോക്കാലോ. ആഹാ, ഇവിടെ ഒരുപാട് ചൂണ്ടൽ പിടുത്തക്കാരുണ്ട് കേട്ടോ. മീൻ കിട്ടും നോക്കാം നമുക്ക്. ഇച്ചിരി തമാശയ്ക്ക് വന്നിരുന്ന പോലെ കേട്ടോ കണ്ടിട്ട്. ഇവിടെ നൈറ്റ് വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ, ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ ആ ഒരു ലോങ് കണ്ടോ, അല്ല അത്രയും ലോങ് നടന്നു പോകണം ഇവിടുന്ന്. ആ ലൈറ്റൊക്കെ തെളിയും, നല്ല മഞ്ഞ നിറത്തിലുള്ള. അവിടെ ഏകദേശം ഒരു ഇപ്പുറത്തിലൊരു 1-2 കിലോമീറ്റർ ഉണ്ടാവും അവിടേക്ക്. ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. നമുക്ക് ഈ ഭാഗത്തേക്ക് പോയി നോക്കാം. ഒരുപാട് ആളുകൾ പട്ടൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ കണ്ടോ, ഇഷ്ടം പോലെ ഈ സൈഡില്. നമുക്ക് ബീച്ച് സൈഡ് നോക്കാം. അപ്പോ ഇതാണ് മച്ചാമാരെ ബേപ്പൂർ ബീച്ച്. ഇവിടെ വലിയ സ്റ്റേജ് കിട്ടിയതിന്റെ ആ സ്റ്റേജ് വാട്ടർ ഫെസ്റ്റ് നടന്നില്ലേ, അപ്പൊ അതിന്റെ ആ സ്റ്റേജ് അതേപോലെ ഉണ്ട് കേട്ടോ. 29-ാം തീയതിയാണ് അവസാനിച്ചത്. അതാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്ന് കയറിയ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതാണ് ഗൈസ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പക്ഷെ ഓവറായിട്ട് തിരമാലകളൊന്നും ഇല്ല കേട്ടോ. നോക്കിക്കേ, കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു നോർമലുള്ളൂ. നമ്മൾ അന്ന് വന്ന സമയത്ത് അത്യാവശ്യം തിരമാല ഉണ്ടായിരുന്നു തോന്നണം, അത്യാവശ്യം ഉണ്ട്. ഇത് പിന്നെ അവിടുന്ന് നമ്മളെ തുടക്കത്തില് അവിടുന്ന് ഇട്ട് കേറൂലേ,
ഇതിൽ നമ്മുടെ തുടക്കത്തിൽ അവിടെ നിന്ന് കയറൂലേ, അവിടെ മുതലാണ് കുറച്ചൊരു ഈ തിര അടുപ്പിച്ച് വരുമ്പോഴാണ് കുറച്ച് സ്ട്രോങ് ഉള്ളൂ. പിന്നാണ്ട് സെയിം. പക്ഷമാരെ ഇതിൽ കയറുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ്ങില്ലേ, ആ സ്റ്റാർട്ടിങ്ങിന് അവിടെ മാത്രമേ ഉള്ളൂ തിര കുറച്ചധികമായിട്ടുള്ളത്. അതിന് ശേഷം ഒന്നും കുഴപ്പമില്ല. അല്ല, സിമ്പിളായിട്ട് നടന്നു പോണൊക്കെ കുട്ടികളൊക്കെ സിമ്പിളായിട്ട് നടന്നുകൊണ്ട്. മച്ചന്മാരെ പൊതുവെ ആള് ഇവിടെ കുറവാട്ടോ. നമ്മളെ തിരൂര് കൂട്ടായി അഴിമുഖം കൂട്ടായി ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നല്ല തിരക്ക്. ഒരു ചെറിയൊരു ബീച്ചാണ്, പക്ഷെ നമുക്ക് ഈ വിരിച്ച പാത ഒരുപാട് ലോങ്ങിലേക്ക് അങ്ങനെ അവിടെ ഉണ്ട്. എന്തായാലും അടിപൊളി. ഇത്ര നേരമായിട്ട് ഒരു മീൻ കിട്ടിയില്ലട്ടോ. കോമഡി. ഇത് വെറുതെ ടൈം പാസിന് വേണ്ടി വന്നാട്ടോ. പിന്നെ ആ സൈഡ് കണ്ടോ, അങ്ങനത്തെ എൻഡ് ആ രണ്ട് നമ്മളെ ഈ ബോർഡർ പോലെ കെട്ടിവെച്ച ഈ സംഗതി ഉണ്ടല്ലോ അഴിമുഖത്തില്, ആ കുറച്ചും കൂടി ഉള്ളേര് പോയി കഴിഞ്ഞാലായിരിക്കും നല്ല ഒരുപാട് മീനൊക്കെ കിട്ടുക. ഇവിടെ പൊതുവെ കുറവായിരിക്കും. ഇവർക്ക് മീൻ കിട്ടിയതായിട്ടൊന്നും കാണാനില്ല കേട്ടോ. നീ ഉണ്ടോന്നറിയില്ല. എന്തായാലും ഇവിടെ നല്ല ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഈ ഫ്ലോറിംഗ് സെറ്റപ്പ് തന്നെ ഈ ഒരു രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് തന്നെ ഒരു ബിഗ് സല്യൂട്ട്. വികസനം പറയട്ടെ അല്ലേ. പിന്നെ വേറൊരു സംഗതി എന്താ വെച്ചാല്, ഇവിടെ ഇത് കണ്ടോ, ഈ കച്ചറ ഈ സൈഡില്, ഇതൊക്കെ ഇവിടെ ഈ വരുന്ന ആളുകൾ ചെയ്യുന്നതാണ്. നല്ലൊരു വികസനം വരുമ്പോഴും അതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വേസ്റ്റ് ബിന്നുകൾ. ഒരു വേസ്റ്റ് ബിന്ന് ഇവിടെ ഒക്കെ ഒന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കച്ചറയും ഇതൊക്കെ അതിൽ കൊണ്ടേ നിക്ഷേപിക്കാം. അപ്പോൾ ഫുള്ള് വൃത്തിയായിരിക്കും. എല്ലാവരിലും ആ ഒരു സമീപനം പാലിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ആ ഒരു സമീപനം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലം തന്നെ ഇതേപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെ നല്ല വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനും വേറൊരാളെ ഏൽപ്പിക്കേണ്ടതോ സർക്കാരോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ പഞ്ചായത്താണെങ്കിൽ അങ്ങനെ വേറൊരാളെ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ചാലിയ നദിക്ക് കുറുകെ നേരെ അപ്പുറം കണ്ടോ, അവിടെ ലൈറ്റ് ഹൗസും, അവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ലോങ് ഉണ്ടതേ. ഞാൻ ഒന്ന് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഹൗസ് ബോട്ട് അതാ പോണം, ഹൗസ് ബോട്ട് കണ്ടോ. ഒരു സ്പീഡ് ബോട്ട് വരുന്നു കേട്ടോ. നോക്കിയൊക്കെ എന്റെ മോനെ, അടിപൊളി. എന്താ സ്പീഡ് അറിയോ, ഒരു രക്ഷയില്ല. നമ്മൾ ബാണാസുര സാഗർ ഡാം പോയിട്ടുണ്ടായിരുന്നു. ആ പോയ സമയത്ത് ഇതേപോലെ ഒരു ചാൻസ് നമുക്ക് കയറാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ടൈം കാരണം ഞങ്ങൾക്ക് അന്ന് കയറാൻ പറ്റിയില്ല. ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സ്പീഡ് ബോട്ടിൽ കേട്ടോ, മറ്റുള്ള ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ പെഡൽ ബോട്ട് പോയിട്ടുണ്ട്, എല്ലാ സംഗതികളിലും നമ്മൾ പോയിട്ടുണ്ട്. ഈ സ്പീഡ് ബോട്ടിൽ ഒന്ന് പോകണം. ഇത് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഒരുത്തൻ നെവറായി നിൽക്കുന്നുണ്ട് അതിന്റെ മേലെ. അപ്പൊ തന്നെ വീണിരുന്ന്. നല്ല രസാട്ടോ സംഗതി. അവരൊറ്റ റൗണ്ടിന് ഇപ്പോ റൗണ്ട് അടിച്ചില്ല, ഈ ഒരൊറ്റ റൗണ്ടിന് ഒരാള് 100-200 രൂപ ഉണ്ടാവും. പക്ഷെ ക്യാഷ് ഉണ്ടല്ല, നമ്മളൊരു ഈ കാര്യത്തിൽ നമ്മൾ ക്യാഷ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ ആഘോഷമാണ്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ എടുത്ത് ചെയ്യാം. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.